ഹായ് ഹലോ അശ്വതീസ് ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിതാ തലക്കറി വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മീനിൻ്റെ വലിയൊരു തല തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചെറിയുള്ളി ഞാനൊരു 2 പിടി എടുത്തിട്ടുണ്ട്. അത് മതിയാവും നമുക്ക് ഈ കറിക്ക്. നന്നായി വാടി വരുന്നത് വരെ നന്നായി എണ്ണയിലിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ഇതിന് ശേഷം ഞാനിത് അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് നമ്മളൊരു 1/2 ടേബിൾ സ്പൂണിന് മേലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടെ എണ്ണയിൽ നന്നായി വാടി വന്നോട്ടെ. ആ സമയത്ത് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ. ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇത് നല്ല പുളിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിതൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 4 ടീസ്പൂൺ മല്ലിപ്പൊടിയും 5 ടീസ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പൊടികളുടെയൊക്കെ പച്ചമണം അങ്ങ് മാറിയിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇനി പുളിവെള്ളമാണ് ചേർക്കേണ്ടത്. നമുക്ക് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കറി നല്ല ചാറോട് കൂടിയിട്ടാണ് വേണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ ഞാനിതിവിടെ കുറച്ച് വെള്ളം അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടുള്ള കറിയാണ് വേണ്ടത്. അതുകൊണ്ട് അപ്പോൾ ഇതാ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കിനി കറിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതാ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മളുടെ കറി ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു പിടി കറിവേപ്പിലയും അതുപോലെ തന്നെ നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കാനുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് അത് നന്നായിട്ട് പൊടിയാക്കി വെക്കണം. ആ പൊടിയാണ് നമ്മൾ അവസാനം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ആ ചേർക്കുമ്പോഴാണ് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് വേറെ ലെവലിൽ എത്തുന്നത് കേട്ടോ. നമ്മുടെ കറിക്ക് നല്ലൊരു സ്മെല്ലും അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും കൊടുക്കും. ഞാനിതാ ഒരു ചെറിയ ടീസ്പൂണിൽ ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അവസാനം ഇതാ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി നന്നായി അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ കറികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് തന്നെ നമ്മൾ ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇത് നമ്മളുടെ കറിയുടെ ടേസ്റ്റ് തന്നെ ഒരു വേറെ രീതിയിലേക്കാക്കും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. സാധാരണ ഫിഷ് കറീനെ പോലെ ആയിരിക്കില്ല. അപ്പോൾ ഇതായത് നമ്മൾ നല്ല പൂളയും കൂട്ടിയിട്ട് കഴിച്ചിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത്. കറി നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലാതെ പൂളയുടെ കൂടെ അല്ലെങ്കിൽ പുട്ടിൻ്റെ കൂടെയൊക്കെ അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റാ.